ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഡിസംബർ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡിസംബറിനെ കുറിച്ച് 2 വാക്ക് പറയാം. അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മന്താണ് ഡിസംബർ. ഡിസംബർ ആകുമ്പം തന്നെ ഭയങ്കര ഒരു ഫീലാണ്. ആ ഒരു നേച്ചർ ക്ലൈമറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സാധനം ഇങ്ങ് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിസംബർ. ക്രിസ്മസാണ്, അത് കഴിഞ്ഞ് ന്യൂ ഇയർ ആണ്, ഇന്ന് ഡിസംബർ 1 അപ്പോൾ ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പം ഞാൻ രാവിലെ വിചാരിച്ചു ഇന്നൊന്ന് അമ്പലത്തിൽ പോവാന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഡിസംബറും അമ്പലവും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. പക്ഷേ ബന്ധമൊന്നുമില്ല, നമുക്ക് ബന്ധിപ്പിക്കാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച ഒരു ഹാപ്പി വൈബ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി ആ വൈബ് ഒന്നും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുവാണ്. സാധാരണ ഞാൻ രാവിലെ ഒന്നും എണീക്കാറില്ല ഗൈസ്, ഒരു 9 മണിയെങ്കിലും ആവണം മിനിമം. പക്ഷേ ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ രാവിലെ അലാറം വെച്ചൊക്കെ എണീറ്റു. ഡാഡുവിൻ്റെ അമ്മയിൽ കൊടുത്തു. ഞാൻ റെഡിയായി. എൻ്റെ ഡ്രസ്സ് കണ്ടു. ഇത് എൻ്റെ മമ്മി മീഷോ എന്ന് വാങ്ങിയതാണ്, മമ്മിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്ക് തന്നു, എനിക്കിഷ്ടമായി. പിന്നെ ഗൈസ് എൻ്റെ മൂക്ക് കണ്ടോ, ഭയങ്കര വേദനയാണ്. ആ കുത്തിയ മാമൻ പറഞ്ഞു എൻ്റെ മൂക്കിൽ ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേദനയെന്ന്. എന്നാലും മര്യാദയ്ക്ക് ഗോൾഡ് കുത്തിയാൽ മതിയായിരുന്നു. എനിക്ക് വലിയ ഹോള് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് കുത്തിയത്. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആവുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഡിസംബർ ഒരു അടിപൊളി മാസമാവട്ടെ, എനിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ രാവിലെ ഞാനിങ്ങനെ നടക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഒരു ഡിസംബർ മോർണിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു അടിപൊളി മോർണിംഗ്, ഡിസംബറിൽ നമ്മളൊരു മോർണിംഗ് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഇന്നാൾ പറഞ്ഞ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാം. അതിന് മുമ്പ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരെയുള്ള അമ്പലത്തിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബസ് സ്റ്റോപ്പ്, ഞാൻ എന്നും പോകാറുള്ള ബസ് സ്റ്റോപ്പ്, ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ അമ്പലം വരുന്നത്. അങ്ങനെ ഞാൻ എന്താ അമ്പലത്തിലോട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഹാപ്പി വൈബ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. കൊല്ല ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം, അതാണ് നമ്മുടെ അമ്പലം. അങ്ങനെ ഞാൻ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റോപ്പും, അതിൻ്റെ തൊട്ടടുത്താണ് കിട്ടുവിൻ്റെ കടയും വരുന്നത്. കണ്ടോ, ഇതാണ് അമ്പലം. രാവിലെ അമ്പലത്തിൽ പോകുന്ന ഫീൽ ഒരു വേറെ സംഭവമാണ്. ഞാൻ ഈവനിങ് പോകുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്ക് രാവിലത്തെ ഫീൽ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ പ്രസാദമൊക്കെ വാങ്ങി. പിന്നെ അമ്പലത്തിൽ പോയാൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ കുറി ഇട്ടാലേ നമ്മൾ അമ്പലത്തിൽ പോകുന്ന 4 ആൾ അറിയുള്ളൂ. അങ്ങനെ കുറിയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നേ അവിടെ. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ നിന്ന് ചില്ല് ചെയ്തിട്ട് പോകുന്നു, കാരണം നല്ല രസമാണ്. ഡിസംബർ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ആ വൈബ് എനിക്ക് കിട്ടും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, ഇവിടുത്തെ പ്രകൃതി, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ട് പതുക്കെ പോകുമെന്ന് വിചാരിച്ചു. വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അമ്മ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇനി പോയി കഴിച്ചാൽ മതി, വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് പോകാമെന്ന്. നമുക്കിനി കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചിട്ട് പതുക്കെ വീട്ടിലോട്ട് പോവാം. കണ്ടോ ഗൈസ്, ഇവിടെ ഇങ്ങനെ ചെറിയൊരു നീരുറവ പോലത്തെ ഒരു സാധനമുണ്ട്. അതിൽ കൂടെ ഇങ്ങനെ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ പോകും കേട്ടോ, നല്ല രസമാണ്. പണ്ട് കിട്ടുമൊക്കെ നീന്തി കളിച്ച സ്ഥലമാണിത്. നീന്തിയിട്ടുണ്ടോ എന്തോ, എന്നാലും ഇറങ്ങിയിട്ടുണ്ടാവും, അത്രയ്ക്ക് വെള്ളമേ ഉള്ളൂ. കൊള്ളാം. അങ്ങനെ കുറച്ച് നേരത്തെ പ്രകൃതി ആസ്വാദനത്തിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. ഒരാളെ കാണിച്ചു തരാം ഗൈസ്. ഇവരാണ് അപ്പ ഗൈസ്, ഒരു വലിയൊരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. എന്താണ് സ്വയം പറയുന്നത്? അവൻ ട്യൂഷന് പോകാൻ പോവാണ്. ഓക്കെ ബൈ. യൂട്യൂബർ. യെസ്. ഓക്കെ, ഞാൻ വീടെത്തി ഗൈസ്. ഡാഡു ഒന്ന് നേരത്തെ എണീറ്റു, ഞാനൊന്ന് നേരത്തെ എണീറ്റു. സാധാരണ നമ്മളിപ്പോഴൊന്നും എണീക്കാത്തതാണ്. എൻ്റെ മുഖം അതുകൊണ്ടാണ് ഇങ്ങനെ കടുത്തിരിക്കുന്നത്. ഡാഡുവും ഞാനും എണീറ്റു നേരത്തെ. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഞാൻ അവിടെ കൂടെയൊക്കെ നടന്നപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ദേവു ഇങ്ങ് വന്നാൽ ഒരു കാര്യം കാണിച്ചു തരാമെന്ന്. ഞാൻ പോയി നോക്കിയപ്പോൾ അമ്മ ഒരു ചെടി നട്ടു വെച്ചിരിക്കുന്നത്. എന്ത് ചെടിയാണ് ഗസ് ചെയ്യാൻ പറ്റുക ഗൈസ്? ഇതാണ് നമ്മുടെ സ്വന്തം അവക്കാഡോ. ഞാനൊരു അവക്കാഡോ ഫാനാണ്. അമ്മയ്ക്ക് എവിടെ നിന്നോ കിട്ടിയ ചെടിയാണ്. അങ്ങനെ അമ്മ അവിടെ കൊണ്ട് നട്ട് വെച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ കൃഷികളുടെ ഒരു ശേഖരമുണ്ട്.
ഇനി നമുക്ക് അരുണേട്ടന് ചായ കൊടുക്കാം. അരുണേട്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കിട്ടു. അങ്ങനെ കിട്ടുവിന് ചായയൊക്കെ കൊടുത്തു. ഡാഡു ഇതാ രാവിലെ തന്നെ എണീറ്റ് ഫുൾ എനർജിയോടെ ചുമരി പിടിച്ച് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡാഡുവിന് ഇനി ഫുഡൊക്കെ കൊടുക്കേണ്ട സമയമായതുകൊണ്ട് അമ്മ അവിടെ കറി വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കറിക്ക് വേണ്ടി ഡാഡു വെയിറ്റിംഗ് ആണ്. വിശപ്പുണ്ട്, അവൻ അവിടെ കിഴങ്ങി നടപ്പുണ്ട്. കുഴപ്പമില്ല, ഇപ്പം തന്നെയാണ് നമുക്ക് ഫുഡ് കൊടുക്കാം. കറി ആവണ ഒരു 10-15 മിനിറ്റും കൂടെ എടുക്കും. വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വന്നിട്ട് ഒരു ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഇന്നലെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയായിരുന്നു, അതിനൊരു റിവ്യൂ ആണ്. ഞാനിത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഞാൻ എൻ്റെ പുതിയ ട്രൈപോഡ് വെച്ചെടുക്കുന്ന ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അങ്ങനെ അമ്മ കറിയൊക്കെ റെഡിയാക്കി വിളിച്ചു. അപ്പം ഞാൻ പോയി ഡാഡുവിൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് വന്നു. നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവനും കൊടുക്കാറ്. രാവിലെ ദോശയും പൊട്ടറ്റോ കറിയുമാണ്. അവൻ ഈ പൊട്ടറ്റോ കറി, സാമ്പാർ അതൊക്കെയാണ് അവൻ ഇഷ്ടം. ചമ്മന്തിയൊന്നും അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിരുന്നു. ഇതാണ് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വശീകരിച്ചേ ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യമൊന്നും അവൻ വഴങ്ങില്ല. പിന്നെ ഞാൻ മയക്കി അവനെ കൊണ്ടുവരും. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, അവനിന്ന് നേരത്തെ എണീറ്റു. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഡാഡുവും ഇന്ന് നേരത്തെയാണ് എണീറ്റത്. അതുകൊണ്ട് അവൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. അതിൻ്റെ ചെറിയ അസ്വസ്ഥതകൾ അവനുണ്ട്. അതുകൊണ്ടാണ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുന്നത്. പിന്നെ ഞാൻ വഴിയെ കൊടുത്ത് ഓക്കെ ആക്കി ഒരു ഹാഫ് ദോശ അവൻ കഴിച്ചായിരുന്നു. ഒരുപാട് നേരത്തെ എണീറ്റതിൻ്റെ ബുദ്ധിമുട്ടാണ് അവൻ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ എണീറ്റുകൊണ്ടാണ് അവനും എണീറ്റത്. കാരണം ഞാൻ പോയപ്പോൾ അവനെയും കൂടെ കൊണ്ടുവന്നവൻ വെറുതെ മോഹിച്ചു നടന്നില്ല. അങ്ങനെ ഡാഡൂസിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ദോശയും പൊട്ടറ്റോ കറിയുമായിരുന്നു. ഞാൻ ഇന്ന് കട്ടനൊന്നും കുടിച്ചില്ല. കിട്ടു ഫുഡ് കഴിച്ചിട്ട് വർക്കിന് പോയായിരുന്നു. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷായി ഒന്ന് അമ്പലത്തിലൊക്കെ പോയി ആ ഒരു പോസിറ്റിവിറ്റിയിൽ വന്നിരുന്ന ഫുഡൊക്കെ കഴിക്കുമ്പം ഭയങ്കര രസമാണ്. ഇത് ഡെയിലി ഒരു റൊട്ടീൻ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല ഗൈസ്. ഡാഡു പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇനി അവൻ്റെ പ്ലേ ടൈമാണ്. കുറേ നേരം കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കും. അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചു, ഡാഡും ഫുഡ് കഴിച്ചു, കിട്ടും വർക്കിനും പോയി. താഴെ അമ്മയൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. താഴെ അമ്മയല്ല, ഇവിടുത്തെ അമ്മ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളി താഴെയാണ്. അങ്ങനെ ഞാൻ ഡാഡു മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഡാഡു ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. എന്നെ ഇരിക്കാനോ നിൽക്കാനോ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേണമെന്ന് കുളിപ്പിച്ച് റെഡിയാക്കാമെന്ന്. റെഡിയാക്കി എവിടെയും കൊണ്ടുപോകാനല്ല, കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കുളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും എന്നെ കുളിപ്പിക്കുന്നതും കൂടെ കാണിക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഡാഡു കുളിച്ചിട്ട് കാണാം. അങ്ങനെ ഡാഡു കുളിച്ചു, റെഡി ആയിട്ടില്ല, കുളിച്ചു. നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ. ഇനി ഡാഡു കിടന്ന് ഉറങ്ങിക്കോളും. ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചെറിയൊരു മോർണിംഗ് ആണ് ഞാൻ കാണിച്ചത്. ഇപ്പം അത് ഏകദേശം ഉച്ചയാവാറായി. ഇനി കാണിക്കുമ്പോൾ അത് ഉച്ചയും കൂടെ ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഒരു കുട്ടി വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ ഡാഡുവിൻ്റെ ബൈ.